അൻവർ MLA തൃണമൂൽ കോൺഗ്രസിൽ TMCയുടെ ഔദ്യോഗിക പേജിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി അൻവറിന് അംഗത്വം നൽകി. അൻവറിന്റെ പ്രവർത്തനം പാർട്ടിക്ക് കേരളത്തിൽ മുതൽക്കൂട്ടാകുമെന്ന് അഭിഷേക് ബാനർജി. അൻവർ നാളെ മമതാ ബാനർജിക്കൊപ്പം കൊൽക്കത്തയിൽ മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാലും മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്തും ചേരുകയാണ്. ആദ്യം ശരത് ലാലിലേക്ക്. ശരത് ലാൽ, ഇവിടെ ചർച്ചകൾ നടക്കുകയായിരുന്നു. എപ്പോഴായിരിക്കും PV അൻവർ കോൺഗ്രസിൽ ചേരുക എന്നുള്ള കാര്യം. കോൺഗ്രസ് നേതാക്കളോട് നമ്മളെല്ലാവരും ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ എടുക്കുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവർ എന്ന വാർത്ത എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും സൂചനകൾ, ദേശീയ മാധ്യമങ്ങൾക്കടക്കം ഡൽഹിയിലുള്ള മലയാള മാധ്യമപ്രവർത്തകർക്കോ അങ്ങനെ ഉള്ള സൂചനകൾ ഉണ്ടായിരുന്നു? ലക്ഷ്മി, കഴിഞ്ഞ നവംബർ അവസാനം ഡിസംബർ ആദ്യ വാരത്തിൽ 14 ദിവസമാണ് ഡൽഹിയിൽ അൻവർ ക്യാമ്പ് ചെയ്തത്. ഈ സമയത്തൊക്കെ അൻവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവിധ ഓപ്ഷനുകൾ, ഏത് പാർട്ടിയിലുള്ള ഓപ്ഷനുകളിൽ ചേരാനുള്ള ശ്രമം നടക്കും. DMKയിൽ ചേരാനുള്ള ശ്രമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വ്യക്തിപരമായി സ്റ്റാലിനെ വിളിച്ചു തടഞ്ഞു. ആ സാഹചര്യത്തിലാണ് താൻ തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയ്ക്ക് വേണ്ടി തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്താൻ വേണ്ടി ഡൽഹിയിലെത്തിയും ഡൽഹിയിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായ അഭിഷേക് ബാനർജി, അതായത് മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജിയുമായി നേരിട്ട് ഇവിടുന്ന് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ അൻവറിന് മുമ്പിലുണ്ടായിരുന്നൊരു പ്രത്യേക ഘടകം എന്ന് പറഞ്ഞാൽ UDFുമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ഈ സമയം UDF, അതായത് K സുധാകരനും അതേപോലെ ലീഗും അൻവറിനോട് UDFിൻ്റെ സ്ഥാനാർത്ഥി UDF യോജിച്ചു പോകണമെന്ന അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അന്ന് ഈ ചർച്ച അല്ലെങ്കിൽ മുന്നോട്ട് പോകാതിരുന്നത്. അതിനുശേഷം ചർച്ച മുന്നോട്ട് പോയി. കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജാമ്യം ലഭിച്ചിട്ട് നേരെ അൻവർ പാണക്കാട്ട് പോവുകയും അല്ലെങ്കിൽ താൻ തൃണമൂൽ ചേരുകയാണെന്നും താൻ കൽക്കത്തക്ക് പോവുകയാണെന്നും അറിയിക്കുകയും ചെയ്തു. ഇന്നലെ കൽക്കത്തയിലെത്തിയ അൻവർ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത് വെച്ച് മമതാ ബാനർജിയുമായി ചർച്ച ചെയ്തു. മമതാ ബാനർജിയുടെ അനുഗ്രഹത്തോടെയാണ് താൻ അംഗത്വം എടുത്തത്. മമതാ ബാനർജിയുമായിട്ട് 1 മണിക്കൂറോളം കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളും കോൺഗ്രസുമായി ബന്ധത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തു. തൃണമൂൽ UDFിൻ്റെ ഭാഗമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അൻവർ നമ്മളോട് വ്യക്തമായി പറഞ്ഞത്. അൻവർ കൊൽക്കത്തയിൽ നേരെ ഡൽഹിയിൽ തിരിച്ചെത്തി ഇക്കാര്യത്തിലൊരു മാധ്യമ പ്രവർത്തകരുമായി കാണുമെന്നും അൻവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അൻവറിനെ സംബന്ധിച്ചോളം ചടുലമായ നീക്കമാണ് അൻവർ നടത്തിയിരിക്കുന്നത്. CPMന് എതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതേപോലെ കോൺഗ്രസുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ, വിലപേശാൻ ശക്തിയുള്ള ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ ഇല്ലാതെ കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ഇന്ന് ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. BJP വിരുദ്ധതയും അതേപോലെ CPM വിരുദ്ധതയും ഒരുപോലെ യോജിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ സംബന്ധിച്ചോളം, മലപ്പുറം രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം അൻവറിന് ഏറ്റവും വലിയ സാധ്യത എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ്. അദ്ദേഹം ആ നീക്കത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് മലയാളിയായ ബംഗാൾ കേഡറുള്ള IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മമതാ ബാനർജിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവും കൂടി അൻവറിനെ ഇക്കാര്യത്തിൽ സഹായിച്ചു എന്ന് നമുക്ക് വേണം പറയാൻ. നേരത്തെ അദ്ദേഹം കോഴിക്കോട് കളക്ടറായിരുന്നു IAS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ഒരു സഹായത്തോടെയാണ് മമതാ ബാനർജിയും അതേപോലെ അഭിഷേക് ബാനർജിയുമായിട്ടും നേരിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും രാഷ്ട്രീയ ചർച്ച നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞതും. ഏതായാലും മമതാ ബാനർജി ഗോവയ്ക്ക് ശേഷം പരാജയപ്പെട്ട രാഷ്ട്രീയ നീക്കം സൗത്ത് ഇന്ത്യ കേരളത്തിൽ നടത്തുന്നു എന്ന് വേണം പറയാൻ. ഒരു ബദലായി തൃണമൂൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യമാണ് അൻവറിന് മുമ്പിൽ മമതാ ബാനർജി വെച്ചിരിക്കുന്നത്. ഏതായാലും മമതാ ബാനർജിയുടെ അനുഗ്രഹത്തോടെ മനോഹർജിയെ കൂട്ടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അൻവറിന് അംഗത്വം നൽകിയിരിക്കുന്നത്. അൻവറിന് അംഗത്തിന് ലക്ഷ്മി പറഞ്ഞ ഒരു നിയമപരമായ പ്രശ്നമുണ്ട്. സ്വതന്ത്ര MLAക്ക് ഒരു പാർട്ടിയിലും സ്വന്തമായി ചേരാൻ കഴിയില്ല. അതേസമയം സ്വതന്ത്ര MLA മറ്റൊരു പാർട്ടി അംഗത്വം നൽകിയാൽ അത് സ്വീകരിക്കണോ വേണ്ടയോ, അല്ലെ യോജിച്ച് പ്രവർത്തിക്കണോ വേണ്ടിയോ എന്നതൊക്കെ ഈ സ്വതന്ത്ര MLAക്ക് സ്വീകരിക്കാം. ഗുജറാത്തിൽ ഇതേപോലെ സ്വതന്ത്ര MLA കോൺഗ്രസിൽ ചേർന്നപ്പോൾ നിയമപരമായ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കെടുത്തിലാണ് അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് അംഗത്വം ഓഫർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇക്കാര്യത്തിൽ അൻവറിന് കടമയില്ല എന്ന നിയമോപദേശമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും അൻവർ സംബന്ധിച്ചോളം വളരെ വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് നടക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ തുടങ്ങി വെച്ച ചർച്ച ഈ ജനുവരിയിൽ പൂർത്തിയാവുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഈ കാര്യത്തിൽ കോൺഗ്രസിനും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനും ഉൾക്കിടലമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് അൻവർ നടത്തിയിരിക്കുന്നത്. ലക്ഷ്മി പത്മ, ഏതായാലും അൻവറിലൂടെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലേക്ക് എത്തുന്നു, മലപ്പുറത്തേക്ക് എത്തുന്നു.
ശാന്തകുമാർ കൂടി ചേരുകയാണ്. ശാന്തകുമാർ, ഈ തൃണമൂൽ കോൺഗ്രസ് മലപ്പുറത്ത് വേര് പിടിക്കുവാനുള്ള സാധ്യത എത്രമാത്രമാണ്? മറ്റ് സാധ്യതകൾ അൻവറിന് മുന്നിൽ അടഞ്ഞിരിക്കുകയാണോ? അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ? ഈ കോൺഗ്രസിലേക്കോ ലീഗിലേക്കോ ഒക്കെ പോകുവാനുള്ള, UDF ഒരു ഘടകകക്ഷിയായി പോലും പോകുവാനുള്ള സാധ്യത അടഞ്ഞ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ തൃണമൂൽ നീക്കം? ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇപ്പോൾ PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതൽ PV അൻവർ ഇടതുപക്ഷത്തെയും സർക്കാരിനെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഇടതുപക്ഷവുമായി തെറ്റി മാറി നിന്നു. ഇടതുപക്ഷവും അദ്ദേഹത്തെ അകറ്റി നിർത്തി. തുടർന്ന് നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം നമ്മൾ കണ്ടാണ്. ഏറ്റവും അവസാനം ജയിലിൽ വരെ എത്തുന്ന സാഹചര്യം അൻവറിനുണ്ടായി. അതുവരെ ഈ ജയിലിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഒരു നേതാവിനെയാണ് ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ആക്ഷേപം കോൺഗ്രസിനുണ്ടായിരുന്നു. അതിനുശേഷമാണ് വളരെ സൈലന്റ് ആയിട്ടുള്ള PV അൻവർ പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നിലമ്പൂരിൽ DF ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ടും ജയിലിൽ പോകുന്നതും അതിനെ തുടർന്ന് രംഗത്ത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീടാണ് UDF കോൺഗ്രസ് ആണെങ്കിലും അതുപോലെ മുസ്ലിം ലീഗ് ആണെങ്കിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി, ഇതെല്ലാം വിമർശിക്കുന്നതുണ്ടായി. ആ സമയത്തെല്ലാം അൻവർ UDFന്റെ വലിയ പിന്തുണ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതി തന്നെ മുസ്ലിം ലീഗ് നേതാക്കളെ കാണുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഇതിനകത്ത് അകലം പാലിക്കുകയായിരുന്നു. പലരും അകന്നു നിന്നു. അൻവറിനെ UDFിലേക്ക് എടുക്കുന്നതിനെ കുറിച്ച് ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിനിടയിലെല്ലാം പല രാഷ്ട്രീയ പാർട്ടികളുമായി അൻവർ ചർച്ച നടത്തിയിരുന്നു. ആദ്യം DMK ആയിരുന്നെങ്കിൽ പിന്നീട് ഇടയ്ക്ക് വെച്ച് TMCയുമായി ചർച്ച നടത്തി. ആ TMCയുടെ ചർച്ചയുടെ വിശദ വിവരങ്ങൾ തന്നെ ഇപ്പോൾ ശരത് ലാൽ ഡൽഹിയിൽ തുടർന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിന് അംഗത്വം നൽകിയിരിക്കുന്നത്. പക്ഷേ 2016-ലും 2021-ലും നിലമ്പൂരിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ആളാണ് PV അൻവർ. ഇടത് സ്വതന്ത്രൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ CPM സ്വതന്ത്രൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം MLA ആണ്. അതിൻ്റെ രാഷ്ട്രീയപരമായ നിയമപരമായ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി മലപ്പുറത്തെ തൃണമൂൽ കോൺഗ്രസിനെ ഏത് രീതിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കും. കാരണം അദ്ദേഹത്തിന് DMK എന്നുള്ള പാർട്ടി വന്നപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രമായി ഇടതുപക്ഷത്തെയോ അതുപോലെ തന്നെ CPMനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോഴോ അദ്ദേഹത്തിന് വലിയ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനോ അത് ഒരു സ്വന്തം മണ്ഡലത്തിൽ നാട്ടിൽ വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാനോ കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ മലപ്പുറത്ത് അതിനെ ശക്തി ഉണ്ടാക്കാനോ അൻവറിന് ഏത് രീതിയിൽ കഴിയുമെന്നുള്ള വരും ദിവസങ്ങൾ നോക്കി നിന്ന് തന്നെ കാണാൻ കഴിയുള്ളൂ. ലക്ഷ്മി, തീർച്ചയായും തൃണമൂൽ കേരളത്തിൽ വേരുപിടിക്കുമോ മലപ്പുറത്ത് വേരുപിടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. PV അൻവറിന് ഏത് തരത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ കേരളത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കോൺഗ്രസിലേക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ തൽക്കാലത്തേക്കെങ്കിലും അവസാനിക്കുകയാണ്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാലും, മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്തും.